ശരീരത്ത് കോമ്പസ് കൊണ്ട് മുറിവുണ്ടാക്കിയ ശേഷം ലോഷൻ ഒഴിച്ചു. വിവസ്ത്രനാക്കിയ ശേഷം ശരീരത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽ വെയിറ്റ് വെച്ച് ക്രൂര പീഡനം. 3 മാസത്തോളം നീണ്ട നരകയാതന. കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ ഹോസ്റ്റലിൽ ക്രിമിനൽ സംഘങ്ങൾ ജൂനിയർ വിദ്യാർത്ഥികളോട് കാട്ടിയ ക്രൂരതയെക്കുറിച്ചറിഞ്ഞാൽ മനസ്സാക്ഷിയുള്ളവരുടെ ഉള്ളുനീറും. മാസങ്ങൾ നീണ്ട പീഡന പരമ്പരയ്ക്ക് ശേഷമാണ് 6 വിദ്യാർത്ഥികൾ എല്ലാം വെളിപ്പെടുത്തിയത്. സംഭവത്തിൽ ഗാന്ധിനഗർ പോലീസ് 3-ാം വർഷ വിദ്യാർത്ഥികളായ 5 പേരെ അറസ്റ്റ് ചെയ്തു. മൂന്ന് മാസം നീണ്ട പീഡന പരമ്പരയ്ക്കൊടുവിലാണ് കുട്ടികൾ പരാതിയുമായി എത്തിയത്. രക്ഷിതാക്കളെ വിവരമറിയിച്ചതോടെയാണ് സംഭവം പുറത്തുവരുന്നത്. പ്രാഥമിക അന്വേഷണം നടത്തിയ കോളേജ് പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. തുടർന്നാണ് 5-അംഗ സംഘത്തെ ഗാന്ധിനഗർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ പീഡനത്തിന്റെ വീഡിയോ അടക്കം പ്രതികളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. 3-ാം വർഷ വിദ്യാർത്ഥികളായ സാമുവൽ ജോൺ, വിവേക്, റിജിൽജിത്ത്, രാഹുൽ രാജ്, ജീവ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കോളേജിൽ ആന്റി റാഗിംഗ് സംവിധാനമുണ്ടെന്നും എന്നാൽ വിദ്യാർത്ഥികൾ ഒരു പരാതി പോലും പറഞ്ഞിരുന്നില്ലെന്നും കോളേജ് അധികൃതർ വിശദീകരിച്ചു. അവരുടെ ക്ലാസ് ടീച്ചർ ദിവസവും തന്നെ റാഗിങ്ങിന്റെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്ന് ക്ലാസ്സിൽ ദിവസവും ചോദിക്കുന്നുണ്ടായിരുന്നു. നാളിതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഇന്നലെ രാവിലെ ആ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ പേരന്റ് അച്ഛൻ ക്ലാസ് ടീച്ചറിനെ വിളിച്ചാണ് റിപ്പോർട്ട് ചെയ്തത്. ഏലപ്പാറ സ്വദേശിയുടെ പരാതി പരിഗണിച്ചാണ് പോലീസ് എഫ്ഐആർ ഇട്ടത്. പ്രാഥമിക അന്വേഷണം നടത്തിയ കോളേജ് റിപ്പോർട്ട് നഴ്സിംഗ് കൗൺസിലിന് കൈമാറിയിട്ടുണ്ട്. വിശദാന്വേഷണത്തിനും തീരുമാനമായി. അതേസമയം റാഗിംഗ് വിവരം തങ്ങളോടും വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നില്ലെന്ന് രക്ഷിതാക്കൾ പ്രതികരിച്ചു. നമ്മൾ എല്ലാ മാസവും വിളിച്ചു നോക്കി പിന്നെ എന്നാണ് വിശേഷമൊന്നുമില്ലെന്ന് പറയും. അപ്പോൾ ഇന്നലെ വന്നപ്പോഴത്തേക്ക് പിന്നെ ക്ലാസ് ടീച്ചർ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ സംഭവം അറിഞ്ഞു? ലിബിൻ പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ലിബിനെ വിളിച്ചു. ലിബിൻ എന്നാ ഇത് അറിയാത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ നമുക്ക് പേടിയായിരുന്നു, അവർ ദിവസം ഭീഷണിയാണ്, അപ്പോൾ പൈസ എല്ലാ മാസം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. ഗാന്ധിനഗർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. റാഗിംഗ് വിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. റാഗിംഗ് നടക്കുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും വിദ്യാർത്ഥികളോട് ചോദിക്കാറുണ്ട്. പക്ഷെ കുട്ടികളാരും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല. ഇതാണ് പ്രിൻസിപ്പൽ നൽകുന്ന വിശദീകരണം. അതായത് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും റാഗിംഗ് നടന്നു. സംവിധാനങ്ങളുടെ പരാജയമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ നഴ്സിംഗ് കോളേജ് ചൂണ്ടിക്കാട്ടുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം.